السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഗാസത്തെ പ്രിയപ്പെട്ട മക്കൾ പൈച്ചിട്ട് മറിച്ചുകൊണ്ടുള്ളവർ അതിರ ബഗ്ಗೆയാണ് ഇന്നലെ വിശദീകരിച്ചിട്ടിരുന്നത്. എടുത്ത് ഞാനൊരു റിപ്പോർട്ട് നോക്കിയ ജോർജ് ഇബ്രാഹിം അബ്ദുള്ള ചൊല്ലങ്കെത്ത ഒരാൾ മാർക്കിസ്റ്റ് ക്രിസ്ത്യാനിയാണ്, ലബനാനുകാരൻ. അയാളെ 1984 ഫ്രാൻസ് ബന്ധനാക്കിയിടും. 41 വർഷം കഴിഞ്ഞിട്ട് മുഞ്ഞാണ്ട് 25 ജൂലൈഗാണ് വിടുകടായോണ്ടുള്ളത്. എന്തിനാണ് ബന്ധനാക്കിയതെന്ന് നോക്കുമ്പോൾ അയാൾ പാലസ്തീൻ്റെ ആൾമാർഗവനായിട്ട് ശബ്ദിച്ചിത്ത്, മൊസാദിനെതിരെ നിണ്ടിത്ത്, ഇസ്രായേലിൻ്റെ ഒരാളെ കൊന്തു. ഇങ്ങനെയെല്ലാമാണ് അയാളുടെ മേലിലുള്ള എനിക്കത്തെ തപ്പു ആരോപണ. അതിൽ വെച്ചിട്ടാണ് ഫ്രാൻസ് ബന്ധനാക്കുന്നത്. അപ്പോൾ 1951 ഏപ്രിൽ 2 അയാളെ ജനനം. ഇണ്ടിപ്പോൾ അയാൾക്ക് 74 വർഷം, മുടിയെല്ലാം പലത്തിട്ടുണ്ട്. 41 വർഷം ജയിലിൽ തെച്ചിത്ത് 16/11/2024 ಬಿಡುಗಡೆ ಚೊನ್ನುಟ್ಟಿಂತು. പിന്നെ ಅದರ ಮುಂದೂಡಿ 6/12/2024 ಹಾಕೊಂಡು ചെന്നാറ്. ലാസ്റ്റ് 25/7/25 ಬಿಡುಗಡೆ ಹಾಕೊಂಡುಳ್ಳಾರು. അങ്ങനെ അയാൾ മത്താറുർ റഫീഖുൽ ഹരീരി അദ്വലി റഫീഖുൽ ഹരീരി ഇൻ്റർനാഷണൽ എയർപോർട്ട് ബൈറൂത്തിൽ വന്ന് ഇലിഞ്ഞിത്ത്. ആ ഇലിഞ്ഞപ്പോൾ അയാളെ പ്രഥമ പ്രതികരണം പലക്കെന്താണ്? ഈ രായത്ത് ബണ്ടൻ ചൊല്ലെ ഒരു പ്രതീക്ഷ നിൻകിന്താൻ കേൾക്കുമ്പോൾ ചൊല്ലെ അയാൾ നക്കിന്ത് ನಾನು ഈ രായത്ത് ബണ്ടേ. അയാൾ കാര്യമായി അവിടെ ചൊന്നെനിക്കെത്ത വിഷയ അത്ഫാലു ഫിലസ്തീൻ യമൂത്തൂന ബിൽ ജോ. ഫിലസ്തീൻ്റെ മക്ക വിശപ്പ് കൊണ്ട് മരിച്ചുകൊണ്ടുള്ളാറ്, ബുദ്ധിമുട്ടിക്കൊണ്ടുള്ളാറ്, പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടുള്ളാർ. ഇതെല്ലാം അയാൾ കണ്ടുകൊണ്ടുണ്ട്, കേട്ടുകൊണ്ടുണ്ട്, അറിഞ്ഞുകൊണ്ടുണ്ട്. ഒരു മാർക്കിസ്റ്റ് ക്രിസ്ത്യാനിയായ എനിക്കെത്ത ആള് ഫലസ്തീനുക്ക് വേണായി ശബ്ദിച്ചിട്ട് 41 വർഷം ജയിലിൽ കിടന്നിട്ട് ഇഴിഞ്ഞു വരുമ്പോൾ ചൊല്ലെനിക്കെത്ത പലക്കത്ത് ഭയങ്കര വാല്യൂ ഉണ്ട്. പലക്ക ഇങ്ങനെയാണ്, ഫലസ്തീൻ്റെ മക്ക വിശപ്പ് കൊണ്ട് മരിച്ചുകൊണ്ടുള്ളാർ. പക്ഷേ മുഹമ്മദ് ബിൻ അബ്ദില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേതാവുടെ അനുയായികൾ മുണ്ടിയൊണ്ടില്ലേ, സഹോദരന്മാർ മുണ്ടിയൊണ്ടില്ലേ, അങ്ങനെ സഹോദരന്മാരെ രക്ഷപ്പെടുത്തുക അങ്ങ് മുന്നൽ വന്നോണ്ടില്ലേ. ഹുനാക്ക അറബുൻ ലായ തഹറക്കൂൺ അയാളെ പലക്കാണത്. ചലിക്കാത്തങ്കെത്ത അറബിങ് അവിടെ ഉള്ളാറ്. അങ്ങ് ചലിക്കില്ലേ, ഒന്നുകും മുന്നൽ വണ്ടില്ലേ, അറബിങ്ങളെയാണ് ദൂരിയോണ്ടുള്ളേ. സുബ്ഹാനല്ലാഹ്. ജയിലിൽ 41 വർഷം ഇൻകുബേനായിട്ട് ഹോറാട്ടാക്കി കിടന്നെങ്കെത്തൊരു ക്രിസ്ത്യാനി പുറത്തു വന്നിട്ട് അയാളെ വികാരം പുറത്തെടുത്തോണ്ടുണ്ടു. ലോകത്തെ അയാൾ ശ്രദ്ധിച്ചുകൊണ്ടുണ്ടു. എന്തുകൊണ്ടു ഈ ജനത്തെ ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടുള്ളാറ്, ബുദ്ധിമുട്ടിക്കൊണ്ടുള്ളാറ്? കുറേ ആൾമാർ മനസ്സാക്കിയെങ്കിൽ ഇത് തീർക്കുക അവിടെങ്കെത്ത പ്രശ്നമല്ലേ, എന്തേ മുണ്ടാത്തെ? പാവപ്പെട്ട ആൾമാരെ നിരന്തരമായി കൊന്നുകൊണ്ടുള്ളാറ്, ഔത്ര പുറത്താക്കിക്കൊണ്ടുള്ളാറ്, അവ കത്തുവാട്ടിക്കൊണ്ടുള്ളാറ്, ബിൽഡിങ്ങുകൾ തകർത്തുകൊണ്ടുള്ളാറ്, സമ്പൂർണമായ നാശത്ത് എറിഞ്ഞുകൊണ്ടുള്ളാറ്, ലക്ഷക്കണക്കിൽ ആൾമാർക്ക് തിന്നു കൊടുക്കാണ്ട് നശിപ്പിച്ചുകൊണ്ടുള്ളാറ്. അവിടെ ഒരു ചലനത്തുക്കും മുന്നൽ വരാത്തെങ്കത്തൊരു സമൂഹമുണ്ടു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുയായിങ്ങ വലിയ അത്ഭുതം സൃഷ്ടിച്ചെങ്കെത്ത ആൾമാരാണ്. ചലനം ഇന്നെങ്കെത്ത ആൾമാരാണ്. ഇണ്ട് സമ്പത്ത് കൂടിയപ്പോൾ മനുഷ്യർക്ക് ചലനങ്ങൾ നിണ്ടുവയ്ത്ത് പണിയെടുക്കില്ലേ. ഒരു റിപ്പോർട്ട് പ്രകാരം ലോകത്ത് കുറച്ച് ജൂതന്മാരാണുള്ളത്. അങ്ങനെ ആ ജൂതന്മാരിൽ സുബ്ഹാനല്ലാഹ് 1/5 ആൾമാരെടുക്കൽ പണി ലോകത്തെ മൊത്തം അറബിങ്ങ എടുക്കില്ലാണ്ടാ ചൊന്നോണ്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നത് എത്ര വ്യക്തമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ത് അന്ത്യനാളാവുമ്പോൾ ദാരിദ്ര്യം ഞാൻ പേടിക്കില്ലേ, സമ്പത്ത് വേണ്ടതാണ് പേടിക്കലേ. 20ನೇ ശതമാന പെട്രോൾഗു വായിൽ തുറന്നെങ്കിത്ത ശതമാനാണ്. ഇറാഖിലും ഇറാനിലും സൗദിയിലും മൊത്തം എവിടെയെല്ലാം പെട്രോൾ കണ്ടുപിടിക്കപ്പെട്ടിട്ട് സമ്പന്നത കൂടിത്ത്, സുഖാഡംബരങ്ങൾ കൂടിത്ത്, സുബ്ഹാനല്ലാഹ്, ബംഗാറിൽ കളിക്കിടങ്കെത്ത അവസ്ഥ വന്ന്, പടച്ചോണ്ട മറക്കിടങ്കെത്ത വിഷയം വന്ന്, സമ്പത്ത് എവിടെ കുന്നുകൂടുക അവിടെ യഥാർത്ഥ മൂല്യങ്ങൾക്ക് വിലയിക്കില്ലേ. മോശങ്ങൾ കൊണ്ട് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. അറബ് ലോകത്തും വ്യഭിചാരങ്ങൾ കൂടിയൊണ്ടുണ്ട്, കള്ളുകൾ കൂടിയൊണ്ടുണ്ട്. ഇപ്പുറത്ത് നിസ്കാരം നടക്കട്, അപ്പുറത്ത് ഇതിരെ പൊലമേ ഹരിച്ചുകൊണ്ടുള്ളാറ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ചൊന്നു വന്നുകൊണ്ടുള്ള മുന്നുൾ ദീനിന്ത് ഇബാദത്തുകൾ കുറെ ഇല്ലെങ്കിലും ദീനിന്ത് എൻ്റെ ഇബാദത്തുകൾ ധാരാളമാണ്, എല്ലാം ഉണ്ട്, നിസ്കാരമുണ്ട്, തഹജ്ജുദുണ്ട്. പക്ഷേ ദീനില്ലാത്ത എനിക്കൊത്തര അവസ്ഥക്ക് അങ്ങ് എത്തിക്കൊണ്ടുള്ള ഇതാണ് അയാൾ ചൊന്നുകൊണ്ടുള്ളത്. അറബിങ്ങ അങ്ങ് ചലിച്ചോണ്ടില്ല, മുണ്ടിക്കൊണ്ടില്ല. ഇതൊരു ദുരന്തമാണ്. ബോധമില്ലാത്ത സമൂഹമായി മാറാറുണ്ട് ചൊന്നുകൊണ്ടുള്ളത്. സ്വന്തം സഹോദരന്മാർ നിരന്തരമായി ആക്രമിക്കപ്പെടുമ്പോൾ അങ്കെതിരെ ഒരക്ഷരം മുണ്ടുകൂ, പരിണാമകാരിയായി ശബ്ദിക്കുകൂ, ചലിക്കുകയാവാത്ത എനിക്കെത്തൊരു ഷണ്ഡന്മാരായി ഈ ചൊന്ന മുസ്ലിമീങ്ങൾ സഹോദരന്മാർ മാറിക്കൊണ്ടുള്ളാറും ചൊല്ലത് ലോകത്ത് എത്ര വലിയ ദുരന്ത. അയാളെ പലക്കത്ത് ബേജാറതാണ്. ഈ അടുത്ത് നിങ്ങൾ നോക്കിയാൽ ഒരു ചെറിയ മീറ്റിംഗിലാക്കടാറ് 10 ಗಂಟೆ 10 ಗಂಟೆ ಬಾಂಬಿಡ್ಲೆ ರದ್ದು.
യാ റബ്ബി. അതിനർത്ഥം ഭക്ഷണം കൊമ്പോണ്ട ആൾമാർക്ക് സൗകര്യമുള്ള. അപ്പോൾ 10 ಗಂಟೆ ഇങ്ങളെ തിന്നു വിട്ടിട്ട് വീണ്ടും കൊള്ളുക ഭർത്താവിടെ. ഈ 10 ಗಂಟೆ റദ്ദാക്കിയതിൽ വലിയ സാധനയായിട്ട് കാട്ടിക്കൊണ്ടുള്ളാറ്. യഥാർത്ഥത്തിൽ ജോർഡാന്റെ ഈജിപ്റ്റ് അതിർത്തിയൊന്ന് ഓപ്പണാക്കി കൊടുത്തെങ്കിൽ ഇങ്ങനെ ഓപ്പണാക്കി കൊടുക്കില്ല. ഇപ്പുറത്തുള്ളത് മുസ്ലിം രാഷ്ട്രമല്ലേ, ഓപ്പണാക്കി കൊടുക്കില്ലേ? എന്തേ? ഇങ്ങ് അങ്ങളൊട്ടിക ബായിയാണ്, അങ്ങളൊട്ടിക ചങ്ങായിപ്പാടാണ്. എല്ലാ ആൾമാരും അങ്ങനെയാണ്. അങ്ങളൊട്ടിക ചങ്ങായിപ്പാടാക്കിയാറ് പാവപ്പെട്ട മുസ്ലിമീങ്ങളെ രക്തമൊഴുക്കുടെതിരെ മുണ്ടുക അങ്ക് സാധ്യമായില്ലേ. ഇതൊരു ക്രിസ്ത്യാനിയായ മുസ്ലിം സുഖബീനായിട്ട് ജയിലിൽ കിടന്നെത്ത ഒരാൾ പുറത്തു വന്ന് ചെല്ലുമ്പോൾ മുസ്ലിം സുഖു ലോകത്തുള്ള ആൾമാർക്ക് നാണാവണം, ചങ്കിയാവണം. ഈ സമൂഹം ഇങ്ങനെ ഇല്ലെന്നല്ലേ. ഇതൊരു ചലനാത്മകമായ അത്ഭുതകരമായ ക്രാന്തി സൃഷ്ടിച്ചെങ്കെത്ത, വിപ്ലവം സൃഷ്ടിച്ചെങ്കെത്ത സമൂഹമല്ലേ. ഈമാൻ കൊണ്ട് കൽബുൽ അള്ളാഹുടെ വെച്ചപ്പ അത്ഭുതകരമായ ബദലാവണകൾ അങ്കുണ്ടായിട്ട് അങ്ങനെ ദുനിയാവുടെ വാക്കിൽ പോയാർ. ഇതെല്ലാമാണ് അയാളെ പലക്കത്ത ധ്വനിയതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുയായിങ്ങാൻ ചൊല്ലെങ്കെത്ത ആൾമാർ ഉണ്ടിയോണ്ടില്ലേ. ഞങ്ങ ഏതോ ആൾമാരെ ഇതേ ആൾമാരെ ആരാധക ആയോണ്ടുള്ള, അങ്ങളെ പൂജയാക്കിക്കൊണ്ടുള്ള, അങ്ങളെ ഞങ്ങ ഭയങ്കരമായിട്ട് സ്വീകരിച്ചുകൊണ്ടുള്ള, അങ്ങളെ പ്രൊഡക്റ്റ് ഞങ്ങൾ സമ്പൂർണ്ണമായിട്ടും ചെലവാക്കിക്കൊണ്ടുള്ള ഏതോ ഒരു അമുസ്ലിമായ ഒരാൾ യൂറോപ്പില എവിടെമാ ഉള്ളെങ്കെത്ത ഒരാൾ ഇസ്ലാമിടെ പഠിച്ചിട്ട് ഞങ്ങളെ ക്രൂരതകളെല്ലാം സഹിക്കുകയാവാണ്ട് അയാൾ നേരെ മക്കത്ത് വന്ന് ഉംറത്ത് വന്നിട്ട് വിചാരിക്കും. എന്നാലും അതിൽ ആസുപാസിലെല്ലാം ഈ ചൊന്നെങ്കെത്ത ആൾമാരെ എല്ലാ സാധനങ്ങളും അവിടെ കണ്ട് ധാരാളം ബിൽഡിംഗ് ഉണ്ട്. ഇതേ കമ്പനിൻ്റെ ആൾമാരത്. ഇതിലെ പൈസകളെല്ലാം അങ്ങ് പോയോണ്ടുണ്ടു. അവിടെ അങ്ങളെ സാധനങ്ങൾ ഹറമുടെ മുട്ടമേ ഞങ്ങൾ വെച്ചിരാ ഹജാർമാർ ചൊല്ലെങ്കെത്ത ഞങ്ങൾ അവിടെ ക്യൂ നിക്കട പോയിട്ട് ഇത് മുസ്ലിമായി വന്നെങ്കെത്ത ഒരാൾ അത്ഭുതപ്പെടലേ. അയാൾ ഞങ്ങളൊട്ടിക്കേക്കള എന്തൊരു വെഡ്ഡിങ്ങാണ് എന്തേ നിങ്ങൾ കൊടുക്കണമെങ്കെത്ത പൈസത്തെ ഒരു ചെറിയ അംശ ഏത് സഹോദരന്മാരെ നിങ്ങളെ മക്കളെ ചോര കുടിക്കുക ഭർത്തായിടാറ കുടിച്ചോണ്ടുള്ളാറ അങ്ങളെ വളർച്ചക്ക് അങ്ങളെ ബോംബുക ഇതെല്ലാം പോയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിടാറാണ് കേട്ടെങ്കിൽ ഞങ്ങൾക്ക് ആൻസറുണ്ട്. അങ്ങളെ അടിമകളായി പോയിട്ട് ഒരു ഹദീസ് കാണുമ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടിട്ട് സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനത്തല്ലേ അന്ത്യനാളാവുമ്പോൾ കാബത്തെ വന്നിട്ട് പൊലിക്കളാറ് കുള്ളനായ ആൾമാർ വന്നിട്ട് അതിൽ ഓരോ കല്ലും ഇങ്ങനെ എടുത്തിട്ട് റെഡ്സീക അങ്ങ് വലിച്ചെറാറ്. ഇതെങ്ങനെ സാധിക്കും അങ്ങ് ചിന്തിച്ചുവോ? സാധിക്കുള്ള എല്ലാ വഴികളാണ് ഇന്ന് നടന്നുകൊണ്ടുള്ളേ. ഈ ചൊന്നെങ്കെട്ട എല്ലാ മോശപ്പെട്ട ആൾമാരൊട്ടിಗೆ ഇസ്ലാമിയുടെ ശത്രുക്കളൊട്ടിಗೆ ഭയങ്കരമായ കരാറും സംബന്ധങ്ങളും മുസ്ലിം രാഷ്ട്രങ്ങൾക്കുണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്ന പലക്കല്ല പുലർന്നല്ലേ. അപ്പോൾ ഭയങ്കരമായ സംബന്ധങ്ങൾ ചങ്ങായിപ്പാടുകൾ അങ്ങ് ബന്ധങ്ങൾ ഭയങ്കര സ്വീകരണമാണ്. അങ്ങമേ ചൊന്നത് വേദവാക്യാണ്. അങ്ങനത്തെ ഒരവസ്ഥയ്ക്ക് മുസ്ലിം സമൂഹം എത്തിക്കൊണ്ടുണ്ടു. പണ്ടത്തെ പോലത്തെ ഇസ്ലാമിയത്തെല്ലാം നശിച്ചു വന്നുകൊണ്ടുണ്ടു. അപ്പോൾ ചൊന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാബാലയത്തെ കല്ലിടെ എടുത്തിട്ട് ഓരോന്നെടുത്തിട്ട് ഞാനത് കണ്ട പോലെയുണ്ട്. എങ്ങനത് സാധിക്കും? എന്ത് സാധ്യാവാം? കാബാലയത്തെ അവിടേക്ക് പേപ്പാട്ടി എനിക്കെത്ത ഒരു നൂലിൻ്റെ അടുത്തെങ്കിൽ കൊമ്പോയിട്ട് പോലീസ് ജയിലിൽ ഇടും. എടുത്ത് നോക്കുമ്പോൾ കീഴ്ഭാഗത്തുള്ള എനിക്കെത്ത കിസ്വ ആ കാബത്ത് ധരിപ്പിക്കുന്ന വസ്ത്രം ഉണ്ടല്ലേ അതിന് മേലെടുത്ത് കെട്ടിടാറ്. എന്തേ ഇതിൽ ഓരോരുത്തർ തൊല്ലിയോണ്ട് ഇങ്ങനെ പോണ്ടാറ്. അങ്ങനെ ആവണ്ട. അപ്പോൾ അതൊരു നൂലെടുത്തെങ്കിൽ ഇണ്ട് ജയിലിൽ ഇടും. അപ്പോൾ കാബാലയത്തെ അങ്ങനെ പൊലിക്കട്ട് സാധ്യമാണ്ട് കേൾക്കുവാറ്. സാധ്യമാണ്. ക്രമേണ അങ്ങനെ പോണ്ടു. ഇതെല്ലാം അവിടെ നടന്നിട്ട് പലതും നടന്നുകൊണ്ടുണ്ടു. ഖദീജ റളിയല്ലാഹു അൻഹാടെ ഏറ്റവും മഹത്വമേറിയ 82 സൂറത്തുകളെ പ്രധാനപ്പെട്ട ഭാഗം അവിടെ ഇറങ്ങിയിട്ടുണ്ടാ ചൊല്ല്. അങ്ങനത്തെ ആധാറുകളെല്ലാം ഞങ്ങൾ മക്കത്ത് പോയി നോക്കുമ്പോൾ ഒന്നും കണ്ടില്ല. എല്ലാം നാശാണ്, സർവ്വനാശായിപ്പോയിട്. അടുത്ത് ഞാൻ നോക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചെങ്കെത്ത ജാഗ അവർക്ക് അവിടെ ഞങ്ങൾ പോയിട്ടിന്ന വല്ല വേലി കെട്ടി വന്താക്കിയ പോലെ ആ ഭാഗത്തേക്ക് പോകും പോലെ ഇല്ല. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനന സ്ഥലമേ അല്ല, അതുക്ക് തൈന് ഉറപ്പേ ഇല്ലാണ്ട് ചൊന്നുകൊണ്ടുള്ള അരിക്കട്ട് ഞാൻ ആ ഭാഗ്യം എല്ലാം ഉണ്ടിയോണ്ടുള്ളേ. ഈ വാക്യം അങ്ങനെ പുലരേണ്ട ചൊന്നുകൊണ്ടുള്ളേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നല്ലേ കാബാലയത്തെ വന്ന് പൊളിക്കിടാറ്. എങ്ങനെ പൊളിക്കും? ഇമ്മാതിരി പ്രൊട്ടക്ഷനുള്ള ഇൻ്റെ ഒരു നൂലെടുത്തെങ്കിൽ ഞങ്ങളെ കൊല്ലുവാർ. അങ്ങനത്തെ അവിടെ എങ്ങനെയാണ് വേണ്ടത്? അതിങ്ങനെ തകർക്കലുകൾ സംഭവിച്ചുകൊണ്ട് കൊണ്ടു ഓരോന്നും മെല്ലെ മെല്ലെ അർദ്ധയുക്തിവാദ പൂർണ്ണയുക്തിവാദത്തെ പേരിൽ ഓരോ കുറുഹുനാശായോണ്ട് കൊണ്ടു അവസാനം കാബത്തുക്ക് വന്ന് കൈവെക്കിടാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ജനിച്ചെങ്കെത്തക ഈ അടുത്ത് 36 വർഷത്തോളം അതുക്ക് മുന്നിൽ വരെ ഇൻത്ത് അതിലടയാളങ്ങളിൻത്ത് പലതും ഇൻത്ത് അതെല്ലാം സർവനാശമായിട്ട് എല്ലാം നാമാവശേഷമായി പോണ്ട്. ചിലപ്പോൾ ഇതിൽ അടയാളങ്ങളായിട്ടേക്കു ഓരോന്നും കൈവച്ചിട്ട് അത് ഞങ്ങളെ സൗകര്യമാക്കി കൊടുത്താ. അങ്ങനെ ആക്കുമ്പോൾ ലാസ്റ്റിക്ക് അന്ത്യനാളാവുമ്പോൾ കാബ പൊലിക്കപ്പെടണമല്ലേ. കാബത്തെ ചുറ്റി എന്തെല്ലാം പറവാന്ത് അള്ളാഹു ആലും ഒന്നുമില്ല. ദീനും ചൊല്ലത് സമ്പൂർണ്ണമായിട്ട് അങ്ങ് നാശമായി പോകും. അപ്പോഴാണ് കാബത്തെ വന്ന് തൊടുകു ധൈര്യം കാട്ടറവണു. കാബത്തെ പിന്നെ തുടറ നശിപ്പിക്കട, കാബത്തെ കല്ലിടെ എടുത്തിട്ട് എറ.
ഇതെല്ലാം നടക്കുകൊള്ളെങ്കെത്ത വിഷയമാണ്, സംഭവിക്കേണ്ട വിഷയമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നുകൊണ്ടുള്ള ഹുനാക അറബുൻ ലാ യതഹറക്കൂൻ, ഞങ്ങളെയും അറബികളെയും എല്ലാവരെയും മനസ്സ് തട്ടുണയെങ്കെത്ത വലക്കാണ് അയാൾ ചൊന്നുകൊണ്ടുള്ളത്. ഒരു ചലനവുമില്ലാത്ത, ഒന്നും ചിന്തിക്കാത്തെങ്കെത്തെ ആഡംബരത്തിൽ മുങ്ങിപ്പോയെങ്കെത്തൊരു സമൂഹമായി അറബ് ലോകം മാറിയോണ്ടുണ്ടു. അത് വല്ലാത്തൊരു ദുരന്താണ്. ഫലസ്തീൻ്റെ മക്ക വിശപ്പുകൊണ്ട് മരിച്ചുകൊണ്ടുള്ളാറ്. ಇದರ ಬಗ್ಗೆ ಮುಂಡೋಗ ಶಬ್ದಿಕ್ಕೋಗ ಅಂಕ ಆಯೋಂಟಿಲ್ಲ ಅಂತ ಚೊಲ್ಲೇದು ಎತ್ರ വലിയ നാണക്കേടാണ്, അത്ഭുതമാണ്. അപ്പോൾ ഔട്ര അങ്ങളെ ಬಗ್ಗೆ അങ്ങനെ ചെല്ലുമ്പോൾ നങ്ങ അങ്ങളെ യൂറോപ്പിയുടെ യഥാർത്ഥ അടിമകളായി മാറിയോണ്ടുള്ള ഈ ചൊന്നെങ്കെത്ത മുഴുവൻ ആൾമാരെ അടിമകൾ നങ്ങായോണ്ടുള്ള അങ്ങളെ സംസ്കാരങ്ങൾ സ്വീകരിച്ചുകൊണ്ടുള്ള. അപ്പോൾ ഞാൻ നണ്ടുട്ടി ഓർമ്മപ്പെടുത്തരുത്, ഞങ്ങളൊട്ടിಗೆ കൽബ് കൊണ്ടെങ്കിലും ഇങ്ങളെ വെറുക്കുക നമുക്ക് സാധ്യമാവണം, ಅಂಕೆದೆರೆ ದ್ವಾರಕ್ಕೂ നമുക്ക് സാധ്യമാവണം. ഞങ്ങളെ ഉത്തര എല്ലാ കാര്യക്രമ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്ന പോലെ ആക്കുക നമുക്ക് സാധ്യമാവണം. ഏതോർത്ത മൂത്രവീತಿ കൽಗಾತವನು ആക്യാൻ ചൊന്നിട്ട് അതിരെ പിന്തുടರಂಕೆത്തൊരാണ് പെണ്ണ് ನಾನು ആവുകൂത്തീറ. സോഷ്യൽ മീഡിയ നമുക്ക് തൻ്റെതെല്ലാം വേദവാക്യ പോലെ നമുക്ക് സ്വീകരിക്കൂത്തീറ. ഇത് യഥാർത്ഥത്തിൽ ഒരു ദജ്ജാലാണ്, ലോകത്തെ നശിപ്പിക്കുമെന്ന് ദജ്ജാലും ചൊല്ല. ഈ മൊബൈലിൻ്റെ ಬಗ್ಗೆ ഈ നെറ്റും കാര്യങ്ങളെല്ലാം ഉപകാരം ഉള്ളതില്ലേന്ന് കേൾക്കുവാർ, കുറച്ചാണത് നാശാണ്, മനുഷ്യരെ നശിപ്പിക്കുക അല്ലാണ്ട് ഇത് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇതിൽ വേണ്ടതെല്ലാം ശരീരം ചൊന്നിട്ടു ഇതുവേ നേര് യാ റബ്ബി ഓരോരുത്ത ഓരോന്ന് ആക്കി വിടുക, ഇങ്ങനെ ആക്കോറോ അങ്ങനെ ആക്കോറോ, അത് എൻ്റെ ഔത്തിൽ ഞാൻ കൊടുന്നിട്ടയത്ത്. അതേസമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസ്കാരങ്ങൾ, കൾച്ചറുകൾ ജീവിതത്തിൽ പകർത്തുകൊണ്ടങ്ങ് നോക്കാം. അവിടെയാണ് ഈ സമൂഹത്തൊട്ടി ഒരു ഐക്യദാർഢ്യത്തെ ഞങ്ങളെ കൊണ്ടാക്കുക. അവിടെ അങ്ക് വേണമായിട്ട് നിരന്തരമായി ദ്വാർക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಬಗ್ಗೆ ചെമ്മ ഞങ്ങൾ പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ എല്ലാ മോശമായ കൾച്ചറുകളെ ഞങ്ങൾക്ക് വലിച്ചെറിഞ്ഞിട്ട് മദീനത്തുക്ക് ഞങ്ങൾക്ക് മടങ്ങുക. അവിടെ റബീഉൽ അവ്വലാണ് വർണ്ണുകൊണ്ട് ഞങ്ങളൗത്തിൽ വിവിധങ്ങളായ പ്രോഗ്രാമുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ನೆನಪಾಕಡೆಂಕೆತ್ತ പ്രോഗ്രാമുകൾ ഞങ്ങൾ ആക്കുക. 30 വിവിധങ്ങളായ പ്രോഗ്രാമുകൾ പള്ളിയിലാക്കിടാറ്, അതെല്ലാം ഞാൻ ചൊന്നുകൊണ്ടുള്ളത്. ഞങ്ങൾ ഔത്തുൽ ആണിങ്ങ പെണ്ണിങ്ങ മക്ക കൂടിയിട്ട് ആക്കുക. അവരതാണ് ഉമ്മമാർ ശ്രദ്ധിച്ചെങ്ങ് നടക്കടെങ്കെത്ത വിഷയമാണ്. ഒരു നാൾ ഒരു 10 മിനിറ്റ് ഒരു 10 വട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേര് ചൊല്ലട്ടുള്ള മുഹമ്മദ് 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 സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പേരിലൂടെ ഈ സ്വലാത്തിലൂടെ നൻ്റെ ഞങ്ങളെ മക്കളെ മനസ്സങ്ങ് ಬೆಳಗು സാധ്യമാവുള്ളൂ. ഒരു നാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ആ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ തിണ്ടോണ്ടിന്നെങ്കെത്ത് ഇഷ്ട ആഹാരങ്ങൾ അതൊന്നു ലിസ്റ്റാക്കി എൻ്റെ ഔത്തിൽ ഒരു നാൾ അത് മാത്രം ആക്കടെ അങ്ങനെ ഒരു പ്രതിജ്ഞ ഞങ്ങൾ ആക്കുവാളൂ. ഇതെന്തെങ്കിലും ചൊന്നെങ്കിൽ ആ മഹബത്ത് എൻ്റെ കൽബ് കടക്കുവാനായിട്ട്, മോശമായ കാര്യങ്ങൾ എൻ്റെ കൽബിടെ ഇല്ലാണ്ടായി പോണുവാനായിട്ട്. ഒരു നാൾ 10 മിനിറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ಬಗ್ಗೆ മാത്രം ചൊല്ലേ. എൻ്റെ ഔത്തുൽ കിടാവിടെ തലവാറുമ്പോൾ ചൊല്ലേ എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നರು സ്വലാത്ത് ചൊല്ലാന ഇല്ലേ ശ്രദ്ധിക്കലേ, ചൊന്നില്ലെങ്കിൽ ചൊല്ലുവാട്ടെ. ഇതാണ് ആ സുന്നത്തിലൂടെ ഫോളോപ്പ് ആക്കിയിട്ട് ഞങ്ങളെ മക്കളെ വളർത്തുക സാധ്യമാണ്. അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തർ. ഇത് ആക്കുണായത് ഉമ്മമാരാണ്, ഉമ്മമാർക്കാണ് ഇത് സാധ്യം. വാപ്പമാർ ചിലപ്പോൾ ഇവിടെ ഇല്ലിക്കാൽ ഉമ്മമാരാണ് ആക്കുണായത്. ഒരു നാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടാഹാര ഫുഡ് എൻ്റെ ഔത്തിൽ അത് മാത്രമാണ്. ഒരു നാൾ വെറും ഈത്തപ്പഴ തണ്ണി മാത്രമാണ് ഞാൻ കുടിക്കല്, അത് മാത്രമാണ് എൻ്റെ ഫുഡ്. എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 തിങ്കൾ വരെ അങ്ങനെ ആക്കിയിട്ട് തിന്നിട്ടാണ്. അതെല്ലാം ആക്കല്ലേ ഞങ്ങൾക്കിൻ്റെ നല്ല പട്ട് ബെഡ് നല്ല മെത്തൽ ഞങ്ങൾ ഉറങ്ങിയിട്ടുള്ള. ഒരു നാൾ ആ പണ്ടത്തെ പായിന്തല്ലേ ആ തറക്കടെങ്കെത്ത പായ് അത് വിരിച്ചിട്ട് മുതങ്ങ് ഓപ്പൺ ആക്കിയിട്ട് അതിൽ കിടക്ക എണിക്കുമ്പോൾ മുതൽ അതിൽ അടയാളങ്ങൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുതൽ അങ്ങനത്തെ അടയാളങ്ങൾ വന്ന് ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ಬಗ್ಗೆ പഠിച്ചിട്ട് എൻ്റെ ഔത്തുൽ വിവിധങ്ങളായ കാര്യക്രമ ഈ മഹബത്തുണ്ടാക്കുക വേനായിട്ടും മാത്രം ഞങ്ങൾക്ക് ആക്കുകയാവണു. എങ്കിൽ മദീനത്തൊട്ടിಗೆ ഞങ്ങൾക്ക് വിർസവുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിಗೆ വിർസവുണ്ട്. അല്ലെങ്കിൽ ഈ ചൊന്ന നാറിയ ആൾമാരെ ആരാധകന്മാരായി മൊബൈൽ ഞെക്കിയിട്ട് അങ്ങ് ഞങ്ങൾ മരിച്ചു പോകണ്ട. അള്ളാഹു ഞങ്ങളെ കാക്കട്ട്. ഞങ്ങൾ മക്കളെ സന്താന പരമ്പരകളെ അള്ളാഹു സ്വാലിഹീങ്ങളാക്കി തെരുമാറാവട്ട്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.